ആരാണ് ഈ സാന്റാക്ലോസ്? ക്രിസ്തുമസ് സാന്റ തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ നിക്കോളാസ് ഇന്നത്തെ തുർക്കിയിലെ മിറ എന്ന സ്ഥലത്തെ ബിഷപ്പായിരുന്നു. നിക്കോളാസിന്റെ ജീവിതം ദാനധർമ്മങ്ങൾക്കും കാരുണ്യ പ്രവൃത്തികൾക്കും പേരുകേട്ടതായിരുന്നു. പാവപ്പെട്ടവർക്ക്, പ്രത്യേകിച്ചും കുട്ടികൾക്ക് ആരും അറിയാതെ അദ്ദേഹം സമ്മാനങ്ങൾ നൽകിയിരുന്നു. രഹസ്യമായി പണം നൽകാനായി അദ്ദേഹം ജനലിലൂടെയോ ചിമ്മിനിയിലൂടെയോ സ്വർണ്ണ നാണയങ്ങൾ വീടിനകത്തേക്ക് എറിഞ്ഞു കൊടുക്കുമെന്നായിരുന്നു പറയപ്പെടുന്നത്. ഈ രഹസ്യ സമ്മാനം നൽകലാണ് സാന്റാക്ലോസ് ക്രിസ്മസ് രാത്രിയിൽ രഹസ്യ സമ്മാനം നൽകുന്നതിന്റെ അടിസ്ഥാനം. വിശുദ്ധ നിക്കോളാസിന്റെ ജന്മദിനമായ ഡിസംബർ 6 യൂറോപ്പിൽ ആഘോഷിച്ചിരുന്നു. ഈ ദിനത്തിൽ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുന്ന പതിവുമുണ്ടായിരുന്നു. പിന്നീട് ഡച്ചുകാർ ഈ ആഘോഷം അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. ഡച്ചുകാർ സാന്റാക്ലോസിനെ സിന്റർക്ലോസ് എന്നാണ് വിളിച്ചിരുന്നത്. ഈ പേരാണ് പിന്നീട് സാന്റാക്ലോസ് ആയി മാറിയത്. പിന്നീട് ഈ സമ്മാനം നൽകുന്ന പതിവ് ക്രിസ്മസ് ദിനത്തിലേക്ക് മാറുകയായിരുന്നു. 1930കളിൽ കൊക്കക്കോളയുടെ പരസ്യങ്ങളാണ് ഇന്നത്തെ ചുവന്ന രൂപത്തിലുള്ള സന്തോഷവാനായ സാന്റയുടെ രൂപത്തെ ലോകമെമ്പാടും പ്രശസ്തമാക്കിയത്. ചുവപ്പ് നിറം സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായും ഈ ഐക്കോണിക് രൂപം നിലനിർത്താൻ സഹായിച്ചു. ഇന്ന് സാന്റാക്ലോസ് കേവലം ഒരു കഥാപാത്രം മാത്രമല്ല, അത് ത്യാഗം, സ്നേഹം, പങ്കുവയ്ക്കൽ, സന്തോഷം എന്നിവയുടെ എല്ലാം പ്രതീകമാണ്. ഓരോ ക്രിസ്തുമസിനും സമ്മാനങ്ങളുടെ രൂപത്തിൽ നമ്മൾ കൈമാറുന്ന സ്നേഹത്തിന്റെ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ സാന്റാക്ലോസ്. അപ്പോൾ ഈ ക്രിസ്മസിൽ നിങ്ങൾ ആർക്കാണ് സാന്റയെ സന്തോഷം നൽകാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ്.